നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തില് ദ്രവ്യം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ദ്രവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഖരം, ദ്രാവകം, വാതകമൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം എന്നുള്ളത്. ദ്രവ്യം 7 അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്. അതായത് ഖരം, ദ്രാവകം, വാതകം. പിന്നെ 4-മത്തെയാണ് പ്ലാസ്മ. 5-മത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6-മത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7-മത്തതാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഈ 7 അവസ്ഥകളിലാണ് ദ്രവ്യം കാണപ്പെടുന്നത്. പ്രപഞ്ചത്തില് ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അതായത് പ്രപഞ്ചത്തിന്റെ 99% പ്ലാസ്മയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ഒക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ എന്നുള്ളതാണ്. ഈ തന്മാത്രകളിലും ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ദ്രവ്യവും ദ്രവങ്ങളും തമ്മിൽ എപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതാണ്. ഇത് രണ്ടും രണ്ടാണ്. അതായത് ദ്രാവകങ്ങളെയും വാതകങ്ങളെയും മാത്രം ചേർത്ത് വിളിക്കുന്നതാണ് ദ്രവങ്ങൾ എന്നുള്ളത്. ഈ 7 എണ്ണത്തിനെയും കൂടി ചേർത്ത് വിളിക്കുന്നതാണ് ദ്രവ്യം എന്നുള്ളത്. പിന്നെ പ്രപഞ്ചത്തില് എല്ലാ പദാർത്ഥത്തിലും കാണപ്പെടുന്ന അടിസ്ഥാനമായൊരു പ്രാഥമിക കണമാണ് കോർക്ക് എന്നുള്ളത്. ഈ ഒരു വസ്തുവില് അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് ഈ മാസ് എന്ന ഗുണം നൽകുന്നൊരു കണമുണ്ട്. ഇതാണ് ഹിഗ്സ് ബോസോൺ. സത്യാനന്ദ ബോസും പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥമാണ് ഇതിന് പേര് നൽകിയേക്കുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട്. അത് ദൈവഗണം, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നുണ്ട്. ഈ ദൈവഗണം എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണങ്ങളാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത്. അതേസമയം ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറാക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഈ ബോസോണുകൾ ഒരു വാതകത്തെ ബാഹ്യമായൊരു പൊട്ടൻഷ്യൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് മുറൈ ജെൽമാനും ജോർജ് സ്വിഗും. അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ടൈം ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ദ്രവ്യത്തെക്കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അളവുകളെ കുറിച്ച് പഠിക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.